നമുക്കൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വേദന നമ്മളിലായിരിക്കും വരുന്നത്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ അങ്ങനെ കണക്കാക്കും. പക്ഷെ കുട്ടികൾക്ക് സംഭവിച്ച എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എണീച്ചു പോവുക, ചെറിയ കലഹങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ ഉറപ്പായിട്ട് പിതൃദോഷം നിങ്ങളെ ബാധിച്ചു. അതും പിതൃദോഷം എങ്ങനത്തെ പിതൃദോഷമാണ്? നമ്മൾ കർമ്മങ്ങൾ ചെയ്യാതെ കണ്ടുപോയതില്ല, അല്ലെങ്കിൽ മരണപ്പെട്ട് വേണ്ടപ്പെട്ടവരായിരിക്കും മരണപ്പെട്ട് അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാതെ കണ്ടുപോയതിൻ്റെ പിതൃദോഷമാണ്. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു നല്ല വീട്. പക്ഷേ ജീവിതത്തിൽ നമുക്ക് പല ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതും നമ്മുടെ ഈ വീടിനെ തന്നെയായിരിക്കും. ഉടനെ തന്നെ നമ്മളൊരു ജ്യോത്സ്യനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാസ്തു ആചാര്യനെയോ പോയി കാണും. അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും അവിടെ ഇടിക്കണം ഇവിടെ പൊളിക്കണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം നമ്മളാകെ അങ്ങ് വിഷമത്തിലാകും. എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഫെൻഷുയി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അതെ, വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി നിസ്സാരമായിട്ട് പരിഹരിക്കാം. അങ്ങനെ ഈ ഫെൻഷുയി പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കുടുംബത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും. നിങ്ങളുടെ നാളെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവ മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷുയി ഡയറക്ടറുമാണ്. നമുക്ക് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത് ഫോട്ടോസിനെ കുറിച്ചാണ്. പല ടൈപ്പ് ഫോട്ടോസ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഏതൊക്കെ ഫോട്ടോസ് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം, ഏതൊക്കെ ഉപയോഗിച്ചുകൂടാ, ഇതിനെക്കുറിച്ചാണ് വിശദമായിട്ട് ഇന്നത്തെ ടിപ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. നിങ്ങളുടെ നാളെ 2023 ഡിസംബർ മാസം 24-ാം തീയതി 1199 ധനുമാസം 8-ാം തീയതി ഞായറാഴ്ചയാണ്. നാളത്തെ സൂര്യോദയം രാവിലെ 6:36 സൂര്യോദയം, വൈകുന്നേരം 6:06 സൂര്യാസ്തമയമാണ്. രാഹുലം വരുന്നത് 4:38 6:04 മധ്യയാണ് രാഹുലം വരുന്നത്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:58 12:19 മധ്യയാണ്. മുഹൂർത്തം വരുന്നത് 12:23 12:44 മധ്യയാണ്. യമകണ്ഠ സമയം വരുന്നത് 12:20 1:46 മധ്യേ. ഗുളികൻ ഉദയം വരുന്നത് 3:12 4:38 മധ്യയാണ്. നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. കാർത്തിക നക്ഷത്രം, നാളെ കാർത്തിക നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം ഞായറാഴ്ച. കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും വിവാഹം, വാസ്തു സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, അതേപോലെ തന്നെ ഈ പരിഹാര കർമ്മങ്ങൾ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള പൂജകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. കൂടാതെ പെണ്ണ് കാണൽ ചടങ്ങ് നടത്തുവാൻ പറ്റിയിട്ടുള്ള ദിവസമാണ്. പാർട്ണർഷിപ്പ് ബിസിനസ്, അതായത് ദീർഘകാല പ്രവർത്തനങ്ങൾക്ക് നമുക്കൊരു പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നാളെ. അതേപോലെ തന്നെ നല്ല നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും അല്ലെങ്കിൽ പ്രേമകാര്യങ്ങൾ ഒക്കെ അംഗീകരിക്കുവാനും ഒക്കെ അലങ്കാര വസ്തുക്കൾ കളക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ദിവസം കൂടിയാണ് നാളെ. ഞായറാഴ്ചത്തെ ദിവസം ഏറ്റവും നല്ല ഒരു ദിവസമാണ് നാളത്തെ ദിവസം. മാത്രമല്ല സൂര്യക്ഷേത്രങ്ങൾ നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, സൂര്യക്ഷേത്രം തൃപ്പൂണിത്തുറയുണ്ട്, അതേപോലെ തന്നെ വേറെ 1-2 അടുത്തുണ്ട് കേരളത്തിനകത്ത്, അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് സന്ദർശനം നടത്തുക. ഞായറാഴ്ച സൂര്യഭഗവാന് രാവിലെ എണീച്ചിട്ട് ഉദയസൂര്യനെ നോക്കിയിട്ട് നമ്മൾ 2-3 മിനിറ്റ് ഉദയസൂര്യനെയാണ്, വേറെയല്ല, ഉദയസൂര്യനെ നോക്കി കുറച്ച് നേരം നോക്കി നിൽക്കാൻ കഴിഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. പ്രത്യേകിച്ച് നാളത്തെ ദിവസം സൂര്യത്രാടകം എന്നാണ് നമ്മൾ പറയുന്നത്. ഉദിച്ചു വരുന്ന സൂര്യന് കണ്ണിമ വട്ടാതെ ഒരു മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ നിങ്ങൾക്ക് കഴിയുന്നത്, ഞങ്ങൾക്ക് 5-10 മിനിറ്റൊക്കെ ഞങ്ങൾ നിൽക്കും, നിങ്ങൾക്ക് കഴിയുന്ന കുറച്ച് നേരം ഒന്ന് നോക്കി നിൽക്കുക. വളരെ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും ഉദയസൂര്യന് നമ്മൾ നോക്കുന്നത്. അത് മെഡിറ്റേഷൻ്റെയും അല്ലെങ്കിൽ ത്രാടകത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. അപ്പോൾ നാളെ പ്രത്യേകിച്ച് സൂര്യൻ്റെ ദിവസം കൂടിയാണ്. സൂര്യഗായത്രിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അത് ജപിച്ചോ. സൂര്യഗായത്രി കഴിഞ്ഞ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അറിയാമെങ്കിൽ അത് ജപിച്ചോളൂ. പിന്നെ വളരെ വാഹനങ്ങൾ വാങ്ങുവാനും യാത്രയ്ക്കൊക്കെ നല്ല ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. എവിടെയെങ്കിലൊക്കെ യാത്ര ചെയ്താൽ, ഒന്നാമത് ക്രിസ്മസും കൂടിയാണ്.
എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യാനുണ്ടെങ്കിൽ നാളത്തെ ദിവസം യാത്ര ചെയ്തോളൂ. വളരെ നല്ലൊരു ദിവസമായിട്ട് കാണാം. നമുക്ക് നാളത്തെ ദിവസം മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. മൃത്യുദോഷങ്ങളിൽ പിണ്ടദൂർ ദോഷം, വസുപഞ്ചക ദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷമുണ്ട്. കാർത്തിക 2-ാം പാദത്തിലാണ് പിണ്ടനൂർ ദോഷം വരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പരിഹാരം ചെയ്യേണ്ടത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മൃത്യുദോഷങ്ങൾ നമ്മുടെ പിറക്കും തലമുറകളെയാണ് അത് നശിപ്പിക്കുന്നത്. പിറക്കും തലമുറകളെന്ന് പറയുമ്പോൾ നമുക്കൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വേദന നമ്മളിലായിരിക്കും വരുന്നത്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ അങ്ങനെ കണക്കാക്കും. പക്ഷെ കുട്ടികൾക്ക് സംഭവിച്ചാൽ അത് നമുക്ക് താങ്ങാൻ പറ്റാത്ത വേദനയായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. പിറക്കും തലമുറകളെയാണ് ഇങ്ങനെയുള്ള ദോഷങ്ങൾ കൈകാര്യം ചെയ്തു കൊണ്ടുപോകും. അതുകൊണ്ട് എപ്പോഴും എല്ലാ ദിവസവും ഞാൻ പറയാറുണ്ട്, മൃത്യുദോഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ നോക്കണം. പിതൃദോഷം വളരെ കാര്യമായിട്ട് നോക്കണം. ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. സാധാരണ നമ്മളൊന്നും നോക്കാതെ കണ്ടിട്ട് പോകുന്നൊരു ദോഷമാണ് കുഞ്ഞുങ്ങൾ അബോഷനായി പോവുക, അല്ലെങ്കിൽ ജനനത്തോടു കൂടി മരിക്കുക. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, അതങ്ങ് പോയി എന്ന് കണക്കാക്കും. പക്ഷേ 27 വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് ഈ ഫീൽഡിലുള്ളത്. നമുക്ക് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സോളുകളുടെ എണ്ണം വരെ പറയാൻ പറ്റും. കാരണം തേടയുടെ ചിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കഴിഞ്ഞ ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞ് അബോഷനാക്കി കളയുക, ഇങ്ങനെയൊക്കെയുള്ള തന്നെ പോയി. അപ്പോഴത്തെ സാഹചര്യം കൊണ്ട് അത് ചെയ്തു. പക്ഷേ ആ സോൾ, ആ ആത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആ ആത്മാവ് നിങ്ങൾക്കിട്ട് പണി തരും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം, നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു നേരമെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു എന്ന് കണക്കാക്കാം. വൈകുന്നേരം ഒരു നേരം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എണീച്ചു പോവുക, ചെറിയ കലഹങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ ഉറപ്പായിട്ട് പിതൃദോഷം നിങ്ങളെ ബാധിച്ചു. അതും പിതൃദോഷം എങ്ങനത്തെ പിതൃദോഷമാണ്? നമ്മൾ കർമ്മങ്ങൾ ചെയ്യാതെ കണ്ടുപോയതില്ല, അല്ലെങ്കിൽ മരണപ്പെട്ട് വേണ്ടപ്പെട്ടവരായിരിക്കും മരണപ്പെട്ട് അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാതെ കണ്ടുപോയതിൻ്റെ പിതൃദോഷമല്ല, അല്ലാതെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പിതൃദോഷം നമുക്കുണ്ട്. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളിലെ തലയ്ക്ക് ചവിട്ടി താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പല വീടുകളിലും ചെന്നതിൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. പല വീടുകളിൽ ചെന്നതിൻ്റെ അനുഭവം. കാരണം ആ കുട്ടികൾക്ക് അവരെടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് ഒരു കാരണവശാലും കിട്ടത്തില്ല. വിദ്യാഭ്യാസം മുടങ്ങും, വിവാഹം മുടങ്ങും, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവാതിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു 3 തലമുറയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അത് എഫക്റ്റ് ചെയ്തു എന്ന് കണക്കാക്കുക. വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആ ടിപ്സുകളിട്ട് കിടക്കാം. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഫോട്ടോകൾ വയ്ക്കാം, എന്തൊക്കെ വെച്ചോളൂ, വളരെ ശ്രദ്ധിക്കണം. സ്ത്രീകളുടെ ഫോട്ടോ നമ്മൾ വീട്ടിൽ വയ്ക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ഫോട്ടോ, അതായത് സങ്കടത്തോടു കൂടിയിരിക്കുന്ന സ്ത്രീകൾ, കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ നമുക്ക് ഓൾറെഡി നോർമലി വാങ്ങാൻ കിട്ടും. ഇതൊക്കെ വീട്ടിൽ വയ്ക്കാൻ ഒരു കാരണവശാലും പാടില്ല. കാരണം കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ ഫോട്ടോ അല്ലെങ്കിൽ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ വീട്ടിൽ വെച്ചാൽ മരണമാണ് കാരണം, അടുത്ത മരണം സംഭവിക്കും എന്നതിന് പറയാറുണ്ട്. അതേപോലെ തന്നെ മുഷിഞ്ഞ വസ്ത്രധാരിയായിട്ടുള്ള കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു പുരുഷൻ്റെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഗൃഹനാഥൻ ദാരിദ്ര്യത്തിലോട്ട് കടക്കുന്നു എന്ന് സാരം. ദാരിദ്ര്യം നിങ്ങളുടെ വിട്ടുമാറാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സാരം. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണിത്. മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോസ് നിങ്ങളുടെ വീട്ടിൽ വച്ചിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ന് തന്നെ എടുത്ത് മാറ്റും. ഞാൻ പണ്ടൊക്കെ എത്രയോ എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോ ഒരിക്കലും നമ്മൾ വയ്ക്കാൻ പാടില്ല, പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവരുമായിട്ട് സാധാരണ പുതിയൊരു സോളിലോട്ടൊക്കെ അവർ പുതിയൊരു ബോഡിയിലോട്ടൊക്കെ അവർ പ്രവേശിക്കുമ്പോൾ അവർക്ക് ബാലാരിഷ്ടത എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരെ നമ്മൾ വിളിച്ചിരുത്തി അയ്യോ എൻ്റെ അച്ഛനാണ് അമ്മയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ദുഃഖങ്ങൾ, അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും. അവർ റീബർത്ത് എടുക്കുകയാണെങ്കിൽ പോലും അവരുടെ പുനർജന്മത്തിൽ പോലും അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഫോട്ടോസ് വീട്ടിൽ വയ്ക്കരുത് എന്ന് പറയാൻ കാരണം അത് പിൽക്കാലത്ത് നമുക്ക് പിതൃദോഷമായി മാറുന്നു.
ശ്രദ്ധിക്കണം. വളരെ നിസ്സാരമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. പല വീടുകളിലും പോയിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ എടുത്ത് മാറ്റുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, അയ്യോ എൻ്റെ അച്ഛനാണല്ലോ, എൻ്റെ അമ്മയാണല്ലോ, അവർക്ക് നന്മയ്ക്ക് വേണ്ടിയാണ്, അവരുടെ സോളിന്, അവരുടെ ആത്മാവിന് നന്മയ്ക്ക് വേണ്ടിയാണ് ആ ഫോട്ടോ എടുത്ത് മാറ്റാൻ പറയുന്നത്, അല്ലാതെ അവരുമായിട്ടുള്ള ഇതിനല്ല. ചില ആൾക്കാരുണ്ട് അങ്ങ് അവരുടെ ഡ്രസ്സുകൾ നമ്മൾ വീട്ടിൽ ഇപ്പോഴും വെച്ചിട്ടുണ്ടാവും. മരണപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരുടെ ഡ്രസ്സുകൾ പോലും വീട്ടിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ മാറ്റണം, അതൊന്നും വയ്ക്കരുത്. കാരണം നമ്മൾ അറിയാതെ ദുരിതങ്ങൾ നമ്മളെ തേടി വരും. നമ്മളറിയാതെ നമ്മുടെ ജീവിതം ദുരിതത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാൻ മെയിൻ കാരണം ഇതൊക്കെയാണ്. അപ്പോൾ ഫോട്ടോസിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഞാനിനി അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ വിശദമായിട്ട് ഡ്രസ്സുകൾ വയ്ക്കുന്നു, മരിച്ചുപോയ ആൾക്കാർ ഡ്രസ്സൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഇത് ഒത്തിരി നീണ്ടുപോയി, പിതൃദോഷവും ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ പറഞ്ഞ് നീണ്ടുപോയി. ഏതായിരുന്നാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് നാളെ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.